ഞാൻ ഇത്രയും ആഗ്രഹിച്ച് കൊതിച്ച് പോണ കൺട്രിയാണ്. ഏകദേശം 1.5 ഇയേഴ്സായിട്ട് ആഗ്രഹിച്ച് പോകുന്നൊരു കൺട്രി കേട്ടോ ഞാൻ പോണത്. ഞാൻ ഈ തുള്ളി കഴിച്ച് പോണത് എടുക്കാറിയോ, എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടർക്കിയിലോട്ടാണ് കേട്ടോ ഞാനീ പോണത്. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ പോണത്. ഗൈസ്, യൂറോപ്പിലെ ബെസ്റ്റ് എയർലൈൻസിലാണ് ഇന്ന് ട്രാവൽ ചെയ്യാൻ പോണത്. ടർക്കിഷ് എയർലൈൻസ്. യൂറോപ്പിലെ ദി ബെസ്റ്റ് എയർലൈൻസ് എന്നറിയപ്പെടുന്ന ടർക്കിഷ് എയർലൈൻസിലാണ് കേട്ടോ ഞാനിന്ന് ട്രാവൽ ചെയ്യാൻ പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. മാഞ്ചസ്റ്ററിന് ഇസ്താൻബുൾ മെയിനിലോട്ട് 4 hours ജേണിയാണ് ഉണ്ടായിരുന്നത്. ഒരു മീൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. മീലൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, ബിക്കോസ് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങാൻ നിന്നു. ഒരു ഉച്ച സമയത്തായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു നൈറ്റ് ആയപ്പോഴേക്കും ഞാൻ ടർക്കിയിലെത്തിട്ടോ. ഇസ്താൻബുളിൽ 2 or 3 എയർപോർട്ട് ഉണ്ട്. അതിൽ ഇസ്താൻബുൾ മെയിൻ എയർപോർട്ടിലാണ് ഞാൻ ചെന്നിറങ്ങിയത് കേട്ടോ. ടർക്കി ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കൺട്രിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ എയർപോർട്ടും ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഭയങ്കര വിസ്തീർണമുള്ള എയർപോർട്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വന്ന സമയം കൊണ്ടാണോ എന്നറിയില്ല, വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ യൂറോപ്യൻ കൺട്രീസിലുള്ള എയർപോർട്ട് പോലെ അല്ലായിരുന്നു കേട്ടോ. ഒരു ഗൾഫ് കൺട്രീസിലുള്ള എയർപോർട്ട് പോലെയായിരുന്നു. ഭയങ്കര വിസ്തീർണമായിട്ടുള്ളതായിരുന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെ നമ്മൾ റീച്ച് ആയിക്കാണ് ഇസ്താൻബുൾ എയർപോർട്ടിൽ. ഇസ്താൻബുൾ മെയിൻ എയർപോർട്ടിലാണ്. അത്യാവശ്യം വലിയ എയർപോർട്ടാട്ടോ. ഏകദേശം ഒരു ഗൾഫ് കൺട്രീസിലത്തെ എയർപോർട്ട് പോലെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വലുതാ. ഞാൻ എയർപോർട്ട് ഷട്ടിലിൻ്റെ ടാക്സിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരൊരു മീറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹെവി. എക്സ്ട്രാ ലഗേജ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. തിരിച്ചു വരുമ്പോൾ എടുക്കണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് എടുക്കാൻ വിചാരിച്ചു. നല്ല ഫുഡ് കിട്ടിയിരുന്നു എയർലൈൻസിൽ നിന്നും. പക്ഷെ നല്ലൊരു സർവീസ് ഉണ്ടായിരുന്നു. യൂകെയിലല്ല, യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല, വെരി ബെസ്റ്റാണ് തോന്നുന്നു. ബെസ്റ്റ് എയർലൈൻസ് ആണ് ടർക്കിഷ് എയർലൈൻസ്. Finally we reached Istanbul. Guys, ഇഗിസ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ്, ഗിരീസ് എന്ന് പറഞ്ഞാൽ എൻട്രൻസ്. 55ൻ്റെ അവിടേക്ക് വരാനാണ് പറഞ്ഞത്. അവർ പറഞ്ഞ മീറ്റിംഗ് പോയിന്റിലൊക്കെ എത്തിയെങ്കിലും അവർ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യും. എന്നെ കൂടാതെ വേറെയും പാസഞ്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് അവർ കൊണ്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചൊരു ബസ്സിലൊക്കെ ആയിരിക്കുമെന്ന്. അപ്പം ചെന്ന് നോക്കുമ്പോൾ ഇതാ നിൻ്റെ കാറ് എന്ന് പറഞ്ഞ് കയറിയപ്പോൾ എൻ്റെ മോനെ നല്ല സെറ്റപ്പുള്ളൊരു കാറ്. അങ്ങനെ നല്ല മാസമായിട്ട് ഞാനിതാ ഹോട്ടലിലെത്തി. ഞാൻ booking.com കൂടെ ഉണ്ടോ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തെന്ന് പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ട്രാവൽ ബ്ലോഗറാണ്, അപ്പോൾ എനിക്ക് നല്ല റൂം പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ. ഇതൊരു 5 star ഹോട്ടലാണ് കേട്ടോ. എനിക്ക് നാളെ പോവേണ്ട സ്ഥലത്തിൻ്റെ അടുത്താണ്, അടുത്ത് നോക്കിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. അങ്ങനെ അവരെനിക്ക് ഫ്രീ റൂം അപ്ഗ്രഡേഷൻ തന്നായിരുന്നു കേട്ടോ. ഏകദേശം 4 പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന വലിയ 2 പാട്ടൊക്കെ ആയിട്ടുള്ള റൂമാണ് തന്നെ. ആക്ച്വലി ഞാൻ വ്ളോഗറാണെന്ന് പറഞ്ഞ കാരണം അവർ റൂം അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇവിടെ 2 സിംഗിൾ ബെഡും അതുപോലെ ഇവിടെ ഒരു ഡബിൾ ബെഡുമാണ് ഉള്ളത്. ഞാൻ പെട്ടെന്ന് ഫ്രഷനപ്പൊക്കെ ആയിട്ട് ഞാൻ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ നേരെ പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൗണ്ട്സ് അവിടെ അടുത്തുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് ഞാൻ ടർക്കിഷ് ലിറ ആക്കി മാറ്റി. ഇതാണ് ടർക്കിഷ് ലിറ എന്ന് പറയുന്നത്. 1 pound എന്ന് പറയുന്നത് 44 ടർക്കിഷ് ലിറയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് യുകെത്തെ പോലെ തന്നെ. ഞാൻ ചെക്കിങ് ചെയ്ത് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൂടെ ഒക്കെ നടന്ന് പോയി നോക്കാം. നല്ല ഫുഡൊക്കെ അവിടെ നിന്ന് കിട്ടിയാൽ നോക്കാം. ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. Night vibe in Turkey.
ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടത്. എന്താ നമ്മളെ ലണ്ടൻ പോലെ വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ടർക്കിഷ് മ്യൂസിക്കും അതുപോലെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഹുക്കൊക്കെ വലിച്ച് നല്ല ടർക്കി ടീ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ അവരുടെ സ്പെഷ്യലായിട്ടുള്ള 2 ഐറ്റമൊക്കെ കഴിച്ചതിന് ശേഷം വേഗം റൂമിലേക്ക് തിരിച്ചുപോയി. കാരണം നാളെ രാവിലെ എണീക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതൽ ടർക്കി വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കാം.